അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജല്ല ജലാലായ റബ്ബു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തിൽ വ്യത്യസ്തങ്ങളായ ആരാധനകളാണ്, ഇബാദത്തുകളാണ് വെച്ചിട്ടുള്ളത്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് നോമ്പ്. ഫർളായ നോമ്പുകളുണ്ട്, സുന്നത്തായ നോമ്പുകളുണ്ട്. സുന്നത്തായ നോമ്പുകൾ പല വിധേനയുമുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മളിലേക്ക് കടന്നു വരുന്ന മേറാജ് നോമ്പ്. മേറാജ് എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഓടി വരുന്നത്, മനസ്സിലേക്ക് വരുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ മേറാജ്, അതിലൂടെ 5 വഖത്ത് നിസ്കാരം ഫർളാക്കിയതും മറ്റുമാണ്. ഇത് ഒരു ചെറിയ കാര്യമല്ല, വളരെ വലിയ സന്തോഷകരമായ ഒന്നാണ്. നമുക്ക് ഒരു സന്തോഷം കിട്ടിയാൽ അതിന് നന്ദി ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അൽഹംദുലില്ലാഹ്, ഇത് എങ്കിലും നമ്മുടെ വായിൽ നിന്ന് വന്നില്ലെങ്കിൽ നാമും അള്ളാഹുവും തമ്മിലുള്ള എന്ത് ബന്ധമാണുള്ളത്? എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവൻ അള്ളാഹുവാണല്ലോ. അപ്പോൾ നമുക്ക് ദിനേന എത്രയോ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുവെങ്കിൽ എത്രയോ അൽഹംദുലില്ല എങ്കിലും നമുക്ക് പറയണം, അള്ളാഹുവിന് നന്ദി ചെയ്യണം. ശുക്രിന്റെ സുജൂദ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒന്നുണ്ട്, നന്ദിയുടെ സുജൂദ്. നമുക്ക് നമ്മുടെ ഭാര്യ, ഉദാഹരണം, പ്രസവിച്ചു എന്ന് വെക്കുക. ആണായാലും പെണ്ണായാലും നമ്മുടെ ഭാര്യ പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞിനെ, ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്ന് കേൾക്കുമ്പോൾ തന്നെ ശുക്രിന്റെ സുജൂദ്. ഇങ്ങനെ അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന മേഖലകൾ പല വിധേനയുമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരാൾക്കും കിട്ടാത്ത, ഇനി കിട്ടുകയുമില്ലാത്ത, കിട്ടിയിട്ടുമില്ലാത്ത അള്ളാഹുവിൻ്റെ സവിധത്തിൽ എത്തുക എന്നത്, അള്ളാഹുമായി മുലാഖാത്ത് നടത്തുക എന്നത്, അള്ളാഹുമായി സംസാരിക്കുക എന്നുള്ളത്, 5 വഖത്ത് നിസ്കാരവുമായി വരിക എന്നുള്ളത്, ഇത്യാദി വിഷയങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള, സന്തോഷമുള്ള ഒരവസ്ഥയാണ്. നമ്മുടെ നേതാവിന് ഈ സന്തോഷം കിട്ടുമ്പോൾ അത് നമ്മുടെയും സന്തോഷമാണ്, നമ്മുടെയും ആനന്ദമാണ്. അതിന് ശുക്ർ ചെയ്യേണ്ടത്, നന്ദി ചെയ്യേണ്ടത് നമ്മുടെയും ബാധ്യതയാണ്. അതിന് മഹത്തുക്കൾ പറഞ്ഞ ഒരു വിഷയം നോമ്പ് നോക്കുക എന്നുള്ളതാണ്. നമ്മുടെ മുൻകഴിഞ്ഞ ആലിമീങ്ങൾ, നമ്മുടെ സാത്വികരായ പൂർവ്വസൂരികൾ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, അവിടെയുണ്ടോ, ഇവിടെയുണ്ടോ എന്ന് ചോദിച്ച് മനുഷ്യരുടെ മനസ്സുകളെ മലീമസമാക്കാനല്ല നാം ശ്രമിക്കേണ്ടത്. മറിച്ച് നോമ്പല്ലേ നോക്കുന്നത്, പണ്ഡിതന്മാരല്ലേ പറഞ്ഞത്, അവർ തെളിവില്ലാതെ പറയില്ലല്ലോ. അങ്ങനെ മനസ്സിലാക്കി അവർ പറയുന്നത് അനുസരിക്കുകയാണ് നമ്മുടെ ബാധ്യത. അതുകൊണ്ട് തന്നെ മഹത്തുക്കൾ പറഞ്ഞു, യുസ്തഹബ്ബു സൗമുൽ മിഅ്റാജ്, യുസ്തഹബ്ബു സൗമുൽ മിഅ്റാജ്, മിഅ്റാജിന്റെ നോമ്പ് സുന്നത്താണ് എന്ന് യാനത്ത് ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിലുണ്ട്, ബാജൂരിയിലുണ്ട്, അതുപോലെ യഹ്യയിലുണ്ട്, ഇത്തിഹാബുസ് സാദാത്തുൽ മുത്തഖീനിലുണ്ട്, ഫത്ഹുൽ അല്ലാമിലുണ്ട്. ഇങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാൻ കഴിയും? മുൻഗാമികൾ എല്ലാവരും ഈ മേറാജ് 27-ന്റെ അന്ന് നോമ്പ് നോറ്റിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വരുന്ന ചൊവ്വാഴ്ചയാണ് 27-ാം രാവ്, തിങ്കളാഴ്ച വൈകുന്നേരമാണ്. അതിൻ്റെ കൂടെ തിങ്കളാഴ്ചയും
നോമ്പ് നോക്കൽ സുന്നത്തുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തിങ്കളാഴ്ച കൂടെ പിടിച്ചാൽ 2 ദിവസത്തെ കൂലി നമുക്ക് ലഭിക്കുകയാണ്, തിങ്കളും ചൊവ്വയും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കഴിയുന്നവരൊക്കെ തിങ്കളും ചൊവ്വയും നോമ്പ് നോക്കാൻ ശ്രമിക്കണം. മേറാജ് നോമ്പ് നോക്കാൻ ശ്രമിക്കണം. ആ നോമ്പിന്റെ കൂടെ നമുക്ക് ഖളാ ആയ നോമ്പുകൾ ഉണ്ട് എങ്കിൽ അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. നിയ്യത്ത് വെച്ചാൽ രണ്ടിന്റെയും പ്രതിഫലം കിട്ടും, ഖളാ വീടുകയും ചെയ്യും, സുന്നത്ത് നോമ്പിന്റെ കൂലിയും ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്യാദി സുന്നത്തായതും ഫർളുമായതുമായ എല്ലാ കാര്യങ്ങളും, എല്ലാ ആരാധനകളും ഇബാദത്തുകളും കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.